ഈ മാസപ്പടി കേസിൽ CMRLന് ആശ്വാസം. എന്തുകൊണ്ട് കുറ്റപത്രം നൽകില്ല എന്നുറപ്പ് പാലിച്ചില്ലെന്ന് കേന്ദ്രത്തോട് ഡൽഹി ഹൈക്കോടതി ചോദിച്ചു. ഡൽഹി ഹൈക്കോടതിയിൽ SFIO നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പ്രസാദ് പറഞ്ഞു. ഇക്കാര്യം രേഖപ്പെടുത്തി വീണ്ടും കേസ് ചീഫ് ജസ്റ്റിസിന് തിരിച്ചയച്ചു. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ആ ഘട്ടത്തിൽ തന്നെ CMRL ഇത് ചൂണ്ടിക്കാട്ടിയതാണ് മുൻപ് കോടതി നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഇന്നിപ്പോൾ കോടതി ആ ചോദ്യം ചോദിച്ചിരിക്കുകയാണോ? ഇദ്ദേഹത്തിന്റെ ബെഞ്ചിലേക്ക് തന്നെ തിരിച്ച് ഈ കേസ് വരുമ്പോൾ വളരെ പ്രധാനമല്ലേ ഈ ചോദ്യം? തീർച്ചയായിട്ടും അനുജ, CMRLന്റെ ആവശ്യം തന്നെ സുബ്രഹ്മണ്യ പ്രസാദ് ചില വാക്കാലുള്ള ഉറപ്പുകൾ നേരത്തെ ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബെഞ്ചിലേക്ക് വിടണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ആ ബെഞ്ചിലേക്ക് തന്നെ വിടാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയും അങ്ങനെയാണ് ഈ ഹർജികൾ വീണ്ടും സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ചിലേക്ക് വരുന്നത്. എന്തായാലും ആ ഹർജി ഇന്ന് പരിഗണിക്കുന്ന ഘട്ടത്തിൽ, അതായത് CMRL നൽകിയിരിക്കുന്നത് 2 ഹർജികളാണ്. ഒന്ന് SFI അന്വേഷണം തടയണമെന്നും മറ്റൊന്ന് തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ 2 ഹർജികൾ. ഇതിൽ നിലവിലെ നിരീക്ഷണം എന്നുള്ളത് ഈ ഡൽഹി ഹൈക്കോടതിയിൽ SFIO ചില ഉറപ്പുകൾ നൽകിയിരുന്നു. അതെന്തുകൊണ്ട് പാലിച്ചിട്ടില്ല എന്നാണ് ഇന്ന് ഈ ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദ് കേന്ദ്രത്തോട് ചോദിച്ചത്. എന്തുകൊണ്ടാണ് ഈ അന്വേഷണ റിപ്പോർട്ട് നൽകില്ല എന്നൊരു ഉറപ്പ് പറഞ്ഞിരുന്നെങ്കിലും അതെന്തുകൊണ്ട് പാലിച്ചില്ല? കാരണം അന്വേഷണം തുടരാമെങ്കിലും അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യില്ല എന്നായിരുന്നു SFIO നൽകിയ ഉറപ്പ്. ആ ഉറപ്പ് എന്തുകൊണ്ട് പാലിച്ചില്ല എന്നാണ് സുബ്രഹ്മണ്യ പ്രസാദ് ചോദിച്ചത്. ഒപ്പം തന്നെ ഉറപ്പുകൾ രേഖാമൂലമായിരിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ചില ഘട്ടത്തിൽ അഭിഭാഷകർ നൽകുന്ന ഉറപ്പുകൾ കോടതി മുഖവിലേക്ക് എടുക്കാറുണ്ട് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അത്തരത്തിലാണ് SFIയുടെ ഉറപ്പ് മുഖവിലേക്ക് എടുത്തത് എന്നാണ് സുബ്രഹ്മണ്യ പ്രസാദ് വ്യക്തമാക്കിയത്. എന്തുകൊണ്ടാണ് ഈ ഉറപ്പ് പാലിക്കാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ കേസ് വീണ്ടും ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുൻപാകെ വിട്ടിരിക്കുകയാണ്. ഇനി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. ഈ ഹർജി തുടർന്നും ഡൽഹി ഹൈക്കോടതി തന്നെ പരിഗണിക്കണമോ അതോ മറ്റേതെങ്കിലും തരത്തിൽ കേരള ഹൈക്കോടതി നിലവിൽ ഇത്തരം ഈ ഹർജി, ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലുമുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ളവ ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നു എന്ന കാര്യത്തിൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും തീരുമാനമെടുക്കുക. ഒരു കാര്യം കൂടി അച്യുതൻ, ഇതിൽ ഈ കേസ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് തിരിച്ചയച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇതിൽ മറുപടി നൽകുക എന്നുള്ളതും വളരെ പ്രധാനമാകില്ലേ? ഇതിൽ കേന്ദ്രം നൽകാൻ പോകുന്ന മറുപടി എന്ത് എന്നുള്ളത്? തീർച്ചയായിട്ടും അനുജ, അത് തന്നെയാണ് ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദ് ചൂണ്ടിക്കാട്ടിയ കാര്യം. അതായത് ഈ രേഖാമൂലമുള്ള മറുപടികളാണ് ഇത്തരത്തിൽ വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ചില അഭിഭാഷകർ നൽകുന്ന വാക്കുകൾ, ഉറപ്പുകൾ അത് കോടതി മുഖവിലേക്ക് എടുക്കാറുണ്ട് എന്നതാണ് ഇന്ന് ജഡ്ജി സുബ്രഹ്മണ്യ പ്രസാദ് പറഞ്ഞത്. ആ സാഹചര്യത്തിലാണ് ഉറപ്പ് പാലിക്കാതെ SFIO ഈ അന്വേഷണത്തിനോടൊപ്പം തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് പാലിച്ചില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ചീഫ് ജസ്റ്റിസിന് മുൻപാകെ വരുമ്പോഴും ഏത് സാഹചര്യത്തിലാണ് ഈ കേസ് വീണ്ടും തിരിച്ചയച്ചത് എന്നത് ഒരു പ്രധാന ഘടകമായി വരും. ആ ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് ഒരുപക്ഷെ ഇത് കേന്ദ്രത്തോട് തന്നെ ഇതേ ചോദ്യം ആവർത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. അല്ലാത്ത പക്ഷം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്കായിരിക്കും നേരിട്ട് ചീഫ് ജസ്റ്റിസ് കടക്കുക. അതിപ്പോൾ ഈ ഹർജി സംബന്ധിച്ച് ഈ കേസിൽ അടുത്ത നീക്കം എന്തായിരിക്കണം എന്ന് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അനുജ, മാസപ്പടി കേസിലാണ് ചില ചോദ്യങ്ങൾ ഡൽഹി ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. കേന്ദ്രത്തോട് എന്തുകൊണ്ടാണ് കുറ്റപത്രം നൽകില്ല എന്ന് ഉറപ്പ് പാലിക്കാതിരുന്നത് എന്ന ചോദ്യമാണ്. SFIO നൽകിയ ഉറപ്പ് പാലിച്ചിട്ടില്ല എന്നത് ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പ്രസാദ് ചൂണ്ടിക്കാട്ടുകയാണ്. ഈ കേസ് വീണ്ടും ചീഫ് ജസ്റ്റിസിന് തിരിച്ചയക്കുകയും ചെയ്തിരിക്കുന്നു ഡൽഹി ഹൈക്കോടതി.